ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യം തന്നെ എന്നെ എൻ്റെ കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയാൻ ഈ തിരുസന്നിധിയിലെത്തിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അമല, ഞാൻ തിരുവനന്തപുരത്ത് നിന്നുമാണ് വരുന്നത്. ആദ്യമായിട്ട് എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നത്. 2021 എൻ്റെ കല്യാണം. അതിനുശേഷം 1.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2.5 മാസത്തിന് ശേഷം അത് അബോർഷൻ ആവുകയും ചെയ്തു. ആ സമയത്ത് ആ റിലേറ്റീവാണ് എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുന്നതും അവിടുത്തെ പ്രാർത്ഥനകളെക്കുറിച്ച് പറയുന്നതും. അത് കേട്ടിട്ട് എന്നോടിങ്ങനെ പറഞ്ഞിരുന്നു, അതായത് ഗ്രേ കളറിലുള്ള വസ്ത്രം ധരിച്ച ഒരു മാതാവാണെന്ന്. അതെനിക്കൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ എന്നെ ഒന്ന് കാണിക്കുമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി തന്നെ ഞാനത് സ്വപ്നം കാണുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഫോണിൽ സെർച്ച് ചെയ്തു കൃപാസനം എന്ന്. ഞാൻ അവിടുത്തെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം കണ്ടു. അതെല്ലാം കേൾക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രാർത്ഥന നടത്തി. 3 നിയോഗങ്ങൾ വെച്ചിട്ടായിരുന്നു. 90 ദിവസം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ കാര്യങ്ങളെല്ലാം എനിക്ക് നടന്നു. 1.5 വർഷമായിട്ട് മാറാതിരുന്ന എൻ്റെ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ടും മാറി. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറി ഇൻക്രിമെൻ്റായി. അതിനുശേഷം ഞാൻ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ മാതാവിനോട് ആലോചിച്ചിട്ടാണ്, അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോലും ഏത് ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും മാതാവിനെ മാധ്യസ്ഥം നിർത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയി. അങ്ങനെ ഇവിടുത്തെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രാർത്ഥനയിലൂടെ എൻ്റെ ഇൻഫെക്ഷൻ മാറി. ട്രീറ്റ്മെൻറ്റിന് 2-3 ആശുപത്രികളിൽ പോയി മെഡിസിൻ കഴിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല. തുടർന്ന് ഞാൻ എൻ്റെ അമ്മയുമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാനൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. കാരണം ഈ നിബന്ധനകളൊക്കെ എനിക്ക് പാലിക്കാൻ പറ്റുമോ എന്നൊരു ഭയമുള്ളത് കൊണ്ട് നന്നായി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. പക്ഷേ 2-3 ദിവസം എനിക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. സ്വപ്നത്തിൽ ആരോ വന്ന് ഉടമ്പടി എടുക്കണം, എങ്കിൽ മാത്രമേ നിൻ്റെ കുഞ്ഞിന് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ വീണ്ടും തിരിച്ചിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2024 ഡിസംബർ 10 ഞാൻ ഉടമ്പടി എടുത്തത്. ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴും എനിക്ക് ആദ്യത്തെ പോലെ പ്രഗ്നൻസിയുടെ സിംറ്റംസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല. 5:30 പ്രാർത്ഥിക്കാനായിട്ട് തിരി കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ആ ടെസ്റ്റ് കാർഡ് ആദ്യം കാണിക്കുന്നതും മാതാവിനെയാണ്. പിന്നീട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്ന് അറിഞ്ഞു. അന്ന് ഞാനും എൻ്റെ അമ്മയും ഒരുപാട് കരഞ്ഞിരുന്നു. മാതാവ് തന്ന കുഞ്ഞാണ്. പ്രഗ്നൻസി ഫുള്ളും കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. എനിക്ക് യാത്ര ചെയ്യാനോ മറ്റൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു. ഓരോ തവണയും ഓരോ കോംപ്ലിക്കേഷൻ വരുമ്പോഴും പ്രാർത്ഥനയായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ വണ്ടിയിലിരുന്ന് 33 തവണ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഓരോ സ്കാനിങ്ങിനും പൊയ്ക്കൊണ്ടിരുന്നത്. ദൈവകൃപയാൽ ഓരോ പ്രശ്നങ്ങളും അങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരുന്നു. 8-ാം മാസമായപ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് വന്ന് വീണ്ടും കോംപ്ലിക്കേഷനായി. പക്ഷേ അവിടെയും മാതാവിൻ്റെ കൃപ കൊണ്ട് എൻ്റെ കുഞ്ഞിന് സ്കാനിങ് നടത്തിയപ്പോൾ എൻ്റെ കുഞ്ഞിനും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഹോസ്പിറ്റലൈസ്ഡായി 2-3 ദിവസം കിടക്കേണ്ടി വന്നു ഡെലിവറി സമയത്ത്. അതിലും കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അവസാന നിമിഷം കുഞ്ഞിനെ കിട്ടും, പക്ഷേ ഞാൻ രക്ഷപ്പെടത്തില്ല എന്നുള്ളൊരു സ്റ്റേജിലൂടെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. എൻ്റെ ലേബർ റൂമിൻ്റെ തൊട്ട് മേളിലായിട്ട് മാതാവിൻ്റെയും യേശുവിൻ്റെയും ഒരു തിരുരൂപം ഉണ്ടായിരുന്നു. അത് കണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞങ്ങളെ 2 പേരെയും രക്ഷിക്കണേന്ന്. വളരെ കോംപ്ലിക്കേഷനിലൂടെയാണ് ഞാൻ പോയത്. പക്ഷേ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു, എൻ്റെ ഓർമ്മയിലുള്ള സമയത്തൊക്കെ പ്രാർത്ഥനയിലായിരുന്നു ഇരുന്നത്. അവസാനം ഞങ്ങൾ 2 പേരെയും രക്ഷപ്പെട്ടു, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. എൻ്റെ മോനാണിത്, ഇപ്പോൾ 5 മാസമായിട്ടുണ്ട്. അങ്ങനെയാണ് മോനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥനയിൽ എല്ലാവർക്കും, അമ്മയാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നന്മയുള്ള മക്കളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. അതിപ്പോഴും ഞാൻ ചെയ്യും. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എനിക്കറിയായിരുന്നു, 4 വർഷമായി ഞങ്ങൾ വിഷമിക്കുന്ന വിഷമം പോലെ 10-12 വർഷമായിട്ട് മക്കളില്ലാത്ത ഓരോരുത്തരും ഇരുന്ന് കരയുമ്പോൾ ഞാൻ അന്നും ഇന്നും എൻ്റെ മരണം വരെയും എല്ലാവർക്കും മക്കളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഫാമിലിയിലുള്ളവർക്കെല്ലാം കൊടുക്കുമായിരുന്നു. എൻ്റെ പരിചയത്തിലുള്ള എല്ലാവർക്കും കൃപാസന പത്രം കൊടുക്കുകയും എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവായത്, എനിക്ക് കുഞ്ഞിനെ കിട്ടിയത് ഇവിടെ വന്നിട്ടാണെന്ന് എല്ലാവരോടും പറയുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന് വെച്ചാൽ എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വീട്ടിലിരുന്നിട്ട് നമ്മൾ TV-യിൽ കാണുകയും ഫോണിൽ കാണുകയും, അതായത് രോഗികൾക്കായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയും, അതുപോലെ മെഡിക്കൽ കോളേജിൽ ആഹാരം കൊടുക്കാനായിട്ട് പൈസ കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പ്രാർത്ഥനയും മുടങ്ങാതെ നടത്തുമായിരുന്നു. മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും കൃപ കൊണ്ട് ഞാനും കുഞ്ഞും ഈ ആൾക്കാരെയും വന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിച്ചു. അതുപോലെ ഉടമ്പടി ഉപ്പ് ചേർത്തിട്ട്, അതായത് എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹസ്ബൻഡിന് മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ലായിരുന്നു. നമ്മൾ ഉടമ്പടി ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളമായിരുന്നു ഞാനാണെങ്കിലും കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. അങ്ങനെയാണ് കൂടുതലും എല്ലാം ദൈവത്തിൽ അർപ്പിച്ചായിരുന്നു. ഞാൻ ഡോക്ടറിനോടുള്ള വിശ്വാസത്തിനേക്കാളും കൂടുതൽ ദൈവവിശ്വാസത്തിലായിരുന്നു നടന്നത്. മാതാവിൻ്റെ ആഗ്രഹം പോലെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി ആരോഗ്യത്തോടെ എനിക്കൊരു കുഞ്ഞിനെ തന്നു. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി.
കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. നാം ഓരോരുത്തരും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുന്നത് കടന്നുപോയ കഷ്ടതകളിൽ നാം അനുഭവിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹവും നമ്മൾ കടന്നു പോകുന്ന ദുഃഖങ്ങളുടെയും വേദനകളുടെയും ഭാരങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിൽ സമർപ്പിക്കാനുമാണ് ഈ ആലയത്തിൽ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ മകള് അമല ആർ ചന്ദ്രൻ ദൈവം പ്രവർത്തിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടയാളമായി അത്ഭുതമായി സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് ഈ മകൾ ഇന്ന് നമ്മുടെ മധ്യയെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലെത്തിയത്. ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലൂടെയാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് വിളിക്കുകയും മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനുമായിട്ടാണ് ഒരു സാക്ഷിയാക്കി നമ്മെ ഈ ആലയത്തിലെത്തിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയുടെ സാക്ഷിയായി അനവധി അത്ഭുതങ്ങളുടെ ഓർമ്മസ്ഥലമാണ്, നന്ദിയുടെ തീർത്ഥാടന കേന്ദ്രമാണ് ഈ ആലയം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എല്ലാം തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒരിക്കലും മറന്നിട്ടില്ല. സ്തുതി പാടി സ്തുതിച്ചുകൊണ്ടാണ്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എല്ലാ ഹൃദയത്തിൽ സൂക്ഷിച്ചത്. നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്യുന്ന നന്മകൾക്കൊക്കെ നന്ദിയോടെ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാനാണ് ദൈവം നമ്മളെയും വിളിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി മക്കൾ ദൈവം കനിഞ്ഞു നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ദൈവസന്നിധിയിലെത്തിക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് ഈ ഉടമ്പടി ബന്ധം. ദൈവത്തിൻ്റെ കരുണയുടെ ആഴം നമ്മൾ മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ സ്നേഹം അടുത്തറിയാനും നമ്മൾ ഓരോരുത്തരെയും പല രീതികളിലാണ് വിളിക്കുന്നത്. ഈ മക്കളുടെ ജീവിതത്തിൽ 4 വർഷമായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും വിശേഷമൊന്നും ഉണ്ടായില്ല. പിന്നീടാണ് പരിശുദ്ധ അമ്മയിൽ ഈശോയിൽ പൂർണ്ണമായി അഭയം പ്രാപിച്ച് ഈ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയത്. വീണ്ടും വീണ്ടും ഈ മകൾക്ക് ഉടമ്പടി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പോയി. പിന്നീട് സ്വപ്നത്തിൽ അമ്മ തന്നെ ഈ മകൾക്ക് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വീണ്ടും വന്ന് ഉടമ്പടി എടുത്ത് പോയി. ആദ്യമായിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എടുത്താണ് ഈ മോള് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് എത്തുന്നത്. യൂറിനറി ഇൻഫെക്ഷനും സാലറി ഇൻക്രിമെൻറ്റും ഒക്കെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൽ കൂടിയാണ് ഈ മകൾക്ക് ലഭിച്ചത്. പിന്നീട് വന്ന് ഡിസംബർ 10-ാം തീയതിയാണ് ഈ ഉടമ്പടി ഈ മകളെടുത്തത്. ജാനുവരി 3-നാണ് ഈ മകൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. ടെസ്റ്റിൻ്റെ കാർഡ് ആദ്യമായി പരിശുദ്ധ അമ്മയെയാണ് കാണിച്ചത്. പരിശുദ്ധ അമ്മയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ ഉടനടി സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഈ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ 4 വർഷം കാത്തിരുന്ന ഈ മക്കൾക്ക് വെറും 1 മാസം കൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തെ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചത്. ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ആ കോംപ്ലിക്കേഷൻസ് എല്ലാം മറികടന്ന് മുന്നോട്ട് പോകുവാനായിട്ട് ഉടമ്പടി വിശ്വാസവും ഈ ഉടമ്പടി ജീവിതവുമാണ് ഇവരെ സഹായിച്ചത്. ഈ മോള് പറഞ്ഞതുപോലെ ഓരോ കോംപ്ലിക്കേഷൻസും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എല്ലാം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഓരോ കാര്യങ്ങളും ഇവർ തരണം ചെയ്തത്. പരിശുദ്ധ അമ്മയിൽ ഈശോയിലുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കും. അങ്ങനെയാണ് ഈ മകള് ഈ കാലം മുഴുവനും ഈ പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞത്. പിന്നീടാണ് ഈ കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചത്. ഇവർ പറയുകയും ചെയ്തു, ഇവരൊരു പ്രത്യേക പ്രാർത്ഥനയായിട്ട് എടുത്തിരിക്കുന്നത് അമ്മയാവാൻ ആഗ്രഹിക്കുന്ന ആ മക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കാരണം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും പ്രാർത്ഥനയാക്കിയത്. അവരുടെ വിശ്വാസം തന്നെ അവർക്കിപ്പോൾ ഒരു പ്രാർത്ഥനയാക്കി മാറ്റിയത്. മറ്റുള്ളവർക്കും മറ്റു കുഞ്ഞുങ്ങളില്ലാത്ത മറ്റ് ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇവരെന്നും ഉടമ്പടിയിൽ കൂടെ ഒരു നിയോഗമാക്കിയാണ് ഇവരിപ്പോൾ അത് മാറ്റിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും കഴിഞ്ഞിരിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. പിന്നീട് മോൾ പറഞ്ഞ് ഫെർട്ടിലിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. അതും ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് വെള്ളത്തിലിട്ട് കുടിച്ചവർ 2 പേരും കുടിക്കുമായിരുന്നു. വേറെ ഒരു മരുന്നും കഴിച്ചില്ലെന്നാണ് പറഞ്ഞത്. ഈശോയും അമ്മയും കൂടെ നിന്നുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണ് ഇവിടെ ജീവിതത്തിൽ നാം കാണുന്ന ഈ കുഞ്ഞു മകൻ. നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്യുന്ന ഓരോ മറക്കാത്ത നന്മകൾക്ക് വേണ്ടി നമുക്ക് നന്മ പറഞ്ഞ് ജീവിക്കാം. നാം ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ കരുതലുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നമുക്കും മുന്നോട്ട് നയിക്കാം. അത്ഭുത പ്രവർത്തികളെ സ്മരണീയമാക്കാനും കർത്താവിൻ്റെ കൃപയും വാത്സല്യവും അനുഭവിക്കുവാനും
മറ്റു ഭക്തർക്ക് വേണ്ടി നമുക്കത് മനുഷ്യ സാക്ഷിയാക്കി മാറ്റുവാനും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമലയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, അവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.